the last class, we have learned about different types of databases. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഡേറ്റാബേസസ് നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ ഏതൊക്കെ സൈറ്റിൽ പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ അതോറിറ്റീസ് ആണ് ഈ ഡേറ്റാബേസസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് NCBI എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നാണ്. ഓരോ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റും നോക്കുമ്പം അത് എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നാണെന്ന് അതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് November 4th, 1988 It is established as a division of the United States National Library of Medicine. NLM എന്ന ഷോർട്ട് ഫോമിൽ പറയാം. എന്താണ്? നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ. US-ലാണ് ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് അറിഞ്ഞിരിക്കണം. NLM എന്ന് പറയുന്നതാണ് വേൾഡ്സ് ലാർജസ്റ്റ് മെഡിക്കൽ ലൈബ്രറി. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ പാർട്ടാണ്. അപ്പം ഈ NLM-ൻ്റെ ഒരു ഡിവിഷനായിട്ടാണ് NCBI സ്റ്റാർട്ട് ചെയ്തത്. ഇനി NCBIയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ധാരാളം ഡേറ്റാബേസസ് ഉണ്ട്. ഇത് ബയോടെക്നോളജിയും ബയോമെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ഡേറ്റാബേസസ് ഈ NCBIയിലുണ്ട്. ഇതെല്ലാം നമുക്ക് ബയോഇൻഫോർമാറ്റിക് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി NCBIയുടെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഡേറ്റാബേസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന, ഡേറ്റ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്, ഡേറ്റ വേറെ കൊടുക്കുന്നതിന്, പിന്നെ ബയോളജിക്കൽ നോമൻക്ലേച്ചർ, ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ്സ് ഇവർ ഡിസൈഡ് ചെയ്യും. എങ്ങനെയാണ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ ഡിപ്പോസിറ്റ് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ്സ് ഇവർ ഡിസൈഡ് ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ കമ്മ്യൂണിറ്റീസിന് ആക്സസ് ചെയ്യാൻ വേണ്ടുന്ന ഡേറ്റാബേസസ് ഡെവലപ്പ് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതിന് വേണ്ടുന്ന സപ്പോർട്ടും ആക്സസും ഒക്കെ കൊടുക്കും. രണ്ടാമത്തെ ഫങ്ഷൻ ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ കമ്മ്യൂണിറ്റീസ്. They develop, distribute, support and coordinate access to a variety databases and software for the scientific and medical communities. അവർക്കായിരിക്കുമല്ലോ ഇത് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ ആക്സസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക. മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ബയോമെഡിക്കൽ പ്രോബ്ലംസിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ചസ് നടത്തുക. മൊളിക്കുലർ ലെവലിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് യൂസിങ് മാത്തമെറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ്. അപ്പം ഒന്ന് ഡെവലപ്പ് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക, ഒന്ന് അവർക്ക് അവൈലബിൾ ആക്കുക സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ കമ്മ്യൂണിറ്റീസിന്, മൂന്നാമത് റിസർച്ച് നടത്തുക. ഇനി NCBIയിലെ ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസസ് ഏതൊക്കെയാണ് വരുന്നത്? ജെൻബാങ്ക് വരും, എക്സ്പെൻസ് സീക്വൻസ് ടാഗ് വരും, ടാഗ് ഡേറ്റാബേസ് വരും, ജീനോം സർവേ സീക്വൻസ് ഡേറ്റാബേസസ് വരും. ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വയ്ക്കണം, പേര് പറയേണ്ടത്. ഈ NCBIയിൽ വരുന്ന ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസസ് ആണ് കേട്ടോ. ഇതിൻ്റെ URL സൈറ്റ് അഡ്രസ്സാണ്. നെക്സ്റ്റ് അതേപോലൊക്കെയുള്ള ഒരു റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റാണ് DDBJ എന്ന് പറയുന്നത്, DNA ഡേറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ. അപ്പം അതും എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാന്ന് നോക്കണം. 1986 അറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനറ്റിക്സ്. അപ്പം ജപ്പാനിലാണ് ഇതും സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ കൊളാബറേറ്റേഴ്സ് ആരൊക്കെയാണ്? EMBL ആൻഡ് ജെൻബാങ്ക് ആണ് ഇതിൻ്റെ കൊളാബറേറ്റേഴ്സ്. ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് ഇൻ്റർനെറ്റിൽ ഇതിൻ്റെ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് URL അഡ്രസ്സ് ഇതാണ്. ഇതിൽ പോയി ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇവരുടെ പ്രൈം റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസസ്. അപ്പം ഇന്റർനാഷണൽ ആയിട്ട് ന്യൂക്ലിയോടൈഡ്സിനെ കുറിച്ചുള്ള ഡേറ്റാബേസസ് ഉണ്ട്. അപ്പം അതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതായത് റിസർച്ചേഴ്സ് എന്ത് ചെയ്യും? ഡേറ്റ അവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഒരു ഇതിൻ്റെ ന്യൂക്ലിയോടൈഡിൻ്റെ ഡീറ്റെയിൽസ്, സീക്വൻസ് ഡീറ്റെയിൽസ് അവർ കണ്ടുപിടിക്കും. അത് അവർ INSDയിൽ പബ്ലിഷ് ചെയ്യും. INSD എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസിൽ പബ്ലിഷ് ചെയ്യും.
പബ്ലിഷ് ചെയ്യുമ്പോൾ DDBJ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ ഇപ്പോഴത്തെ ഇൻഫർമേഷനെ ഡിസ്ക്രൈബ് ചെയ്യും കേട്ടോ, അക്കോർഡിംഗ് ടു ദ യൂണിഫൈഡ് റൂൾസ് ഓഫ് INSD. INSDയിലെ റൂൾസിനനുസരിച്ചിട്ട് ആ റൂൾസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ ആ ഇൻഫർമേഷനെ ഡിസ്ക്രൈബ് ചെയ്യും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. അതാണ് DDBJ. അപ്പം സോഴ്സ് ഓഫ് DNA സീക്വൻസ് ഡേറ്റ ഫോർ DDBJ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, കിട്ടുന്നത് സോഴ്സ് ജാപ്പനീസ് റിസർച്ചേഴ്സ് സയൻറ്റിസ്റ്റിനൊക്കെയാണ്. അപ്പം DDBJയിൽ നമുക്കൊരു ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് സകുറ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരെണ്ണമാണ് PDB. PDB എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡേറ്റ ബാങ്ക്. അപ്പം പ്രോട്ടീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ സീക്വൻസും ഒക്കെ അറിയാനുള്ള ഒരു സോഴ്സാണ് പ്രോട്ടീൻ ഡേറ്റ ബാങ്ക്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1971 അറ്റ് ബ്രോക്ക്ഹാവൻ നാഷണൽ ലബോറട്ടറിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം ഇതിനെ മാനേജ് ചെയ്യുന്ന അതോറിറ്റി ആരാണ്, റിസർച്ച് കൊളാബറേറ്ററി ഫോർ സ്ട്രക്ചറൽ ബയോഇൻഫോർമാറ്റിക്സ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെ ആയിരുന്നു ഫോം ചെയ്തത്. എന്നാൽ 2003 ഒരു വേൾഡ് വൈഡ് ആയിട്ട് പ്രോട്ടീൻ ഡേറ്റ ബാങ്ക് ഫോം ചെയ്തിട്ട് ഒരു സിംഗിൾ ആർച്ച് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് പിന്നെ സെർച്ച് ചെയ്യാവുന്ന ഒരു സിംഗിൾ സൈറ്റായിട്ട് മാറിയിട്ടു 2003. അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് അതിനെ ഓർഗനൈസ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും, നിയന്ത്രിക്കുന്ന അങ്ങനെ മനസ്സിലാക്കി മെമ്പേഴ്സ് ആരൊക്കെയാണ്, RCSB PDB USA PDBC യൂറോപ്പ്, PDBJ ജപ്പാനിലുള്ളത്. അവരുടെ സൈറ്റ് അഡ്രസ്സാണ് ഇത്. ഇനി ഒരു പ്രോട്ടീൻ ഡേറ്റ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം നമുക്ക്. സിമ്പിളാണ്, ഒന്നുമില്ല. പ്രോട്ടീൻ്റെ ഓരോ പ്രോട്ടീൻ അത് അതിൻ്റെ ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് പ്രോട്ടീൻ ഡേറ്റ ബാങ്ക് വരുന്നത്. അപ്പം ഇത് റിപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ആണ്. പ്രോട്ടീൻ ഡേറ്റ ബാങ്ക് ഈസ് എ റിപ്പോസിറ്ററി. റിപ്പോസിറ്ററി മീൻസ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത്. റിപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് എന്തിനെ കുറിച്ച്, 3D സ്ട്രക്ചേഴ്സ്, 3-dimensional structures of large biological molecules, proteins and nucleic acid data derived from X-ray diffraction and NMR studies. അപ്പം പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ എക്സ്റേ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ NMR സ്റ്റഡി ഉപയോഗിച്ച് അതിൻ്റെ 3D സ്ട്രക്ചർ കണ്ടുപിടിച്ച് ആ വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ കളക്ഷനെയാണ് പ്രോട്ടീൻ ഡേറ്റ ബാങ്ക് എന്ന് പറയുന്നത്. എക്സ്റേ ഡിഫ്രാക്ഷനും NMR സ്റ്റഡീസും അതിനുപയോഗിക്കുന്ന 2 മെത്തേഡ്സ് ആണ്. നെക്സ്റ്റ് ഈ സിഗ്നിഫിക്കൻസ്, PDBയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള മോളിക്യൂൾസ്, അതായത് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇത് പലതും ഈ ബാക്ടീരിയ, ഈസ്റ്റ്, പ്ലാന്റ്സ്, ഫ്ലൈസ് ഇതിൻ്റെയൊക്കെ ബോഡിയിൽ കാണുന്നല്ല ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രോട്ടീൻസിൻ്റെ ഷേപ്പ് ഒക്കെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ റോൾ വെച്ച് ഇവ മൂലം എന്തെങ്കിലും ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനുള്ള ഡ്രഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് സിഗ്നിഫിക്കൻസ്. അതാണ് വേൾഡ് വൈഡായിട്ടെല്ലാം പറ്റുന്ന എല്ലാ പ്രോട്ടീൻസിനും ന്യൂക്ലിയോടൈഡ്സിൻ്റെയും സീക്വൻസും ഡേറ്റാബേസും എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിനുവേണ്ടി നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനും മെയിൻ്റനൻസിനും തന്നെയാണ്. എന്തെങ്കിലും ഡിസീസിന് എന്തെങ്കിലും ഫ്ലൈസ് കാരണം ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീസ് ചെയ്ത് ഇന്നത് പോണൊക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഡ്രഗ് ഇങ്ങനെ ആവാം എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യാനും ആണ് സിഗ്നിഫിക്കൻസ്. അതാണ് PDBയുടെ സിഗ്നിഫിക്കൻസ്. നമ്മൾ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ PDBയുടെ ഹോം പേജ് എങ്ങനെ ഇരിക്കുമെന്ന് പിക്ചർ കാണിച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ ഹോം പേജ്. ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഓരോ ടൈപ്പ്. ഇനി കുറേ കീ വേർഡ്സ് ഉണ്ട്. ഒരു PDB ഫയൽ എടുത്തു കഴിഞ്ഞാൽ ആ കീ വേർഡ്സ് അറിഞ്ഞാൽ നമുക്ക് ഓരോന്നും എന്താണെന്ന് പിടികിട്ടത്തുള്ളൂ. ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഹെഡർ എന്ന് പറഞ്ഞാൽ റിപ്രസെൻറ്റ്സ് എ റെക്കോർഡ് ടൈപ്പ്. ഹെഡർ പറയും ഇത് ന്യൂക്ലിയോടൈഡിനെ കുറിച്ചാണോ പ്രോട്ടീനെ കുറിച്ചാണോ എന്നൊക്കെ പറയും. ഹെഡിങ് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ഹെഡിങ് പോലെ തന്നെ. ഇനി ഈ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡിൻ്റെ രൂപത്തിലായിരിക്കും കൊടുക്കുക. ഡിജിറ്റ്സും ആൽഫബറ്റ്സും ഒക്കെ വരുന്ന ഒരു കോഡായിട്ടായിരിക്കും ഈ ഹെഡർ ഇരിക്കുക.
അപ്പം ഈ ഹെഡർ ഈ കോഡ് ഉപയോഗിച്ചായിരിക്കും PDBയുടെ എൻട്രി നമ്മൾ അപ്പം ഒരു കോഡ് കാണുമ്പോൾ അറിയാം അത് ഇന്ന പ്രോട്ടീനെ കുറിച്ചാണ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്. അപ്പം അതാണ് ഹെഡർ. പിന്നെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിപ്രസെൻറ്റ്സ് ടൈറ്റിൽ ഓഫ് എക്സ്പെരിമെൻ്റ് ഓർ അനാലിസിസ് ദാറ്റ് വി ആർ സെർച്ചിങ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ അനാലിസിസിൻ്റെ ടൈറ്റിൽ, അതാണ് ടൈറ്റിൽ ഇതിനകത്ത് വരുന്നത്. ഇനി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ്റെ പേര്, അതാണ് കോമ്പൗണ്ട് നെയിം എന്ന് പറയുന്ന കണക്ക്. കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദി പ്രോട്ടീൻ. ഇനി അടുത്ത ഒരു കീവേഡാണ് അതിനകത്ത് സോഴ്സ്. സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഓർഗാനിസം ഫ്രം വിച്ച് ദ പ്രോട്ടീൻ വാസ് ഒബ്റ്റെയിൻഡ്. അപ്പം നമ്മൾ ഏത് പ്രോട്ടീനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത്, ആ പ്രോട്ടീൻ ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് കിട്ടിയെന്നുള്ള ഇൻഫർമേഷൻ ഈ സോഴ്സിൽ നിന്ന് കിട്ടും. കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രധാനപ്പെട്ട വാക്കുകൾ. അപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോട്ടീനെ കുറിച്ച് അറിയണം. അപ്പോൾ ആ പ്രോട്ടീൻ്റെ നമ്മൾ ഇൻഡെക്സിൽ സെർച്ച് ചെയ്യുന്നത് പോണക്ക് ഇൻഡെക്സിൽ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട വേർഡ് വെച്ചിട്ടല്ലേ, അതേ പോണക്കുള്ള ഒരു സംഭവമാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ടേംസ് റെലവൻറ്റ് ടു ദ എൻട്രി. ഇറ്റ് ഹെൽപ്സ് ടു കാറ്റഗറൈസ് എൻട്രീസ് ടു ജനറേറ്റ് ഇൻഡെക്സ് ഫയൽസ്. ഉദാഹരണത്തിന് ഗൊറില്ല എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ, നിങ്ങൾക്ക് ആ കീവേഡ് എന്തോ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇപ്പം പിന്നെ ഗൊറില്ല ഈസ് എ ക്ലോസ് റിലേറ്റീവ് ഓഫ് ഹ്യൂമൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കീവേഡ്സ് ഏതൊക്കെയായിരിക്കും, ഗൊറില്ലയും ഹ്യൂമൻ ആയിരിക്കും. അപ്പോൾ ആ കീവേഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇൻഡെക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ PDB ഫയലിലെ കീവേഡ്സ് അതിനെ തന്നെയാണ് ഇവിടെയും കീവേഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എൻട്രിയിലെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന എന്തിൻ്റെ അതിനകത്ത് പ്രധാനപ്പെട്ട വാക്കുകൾ. ഓതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി കൊടുത്ത പേഴ്സൻ്റെ പേര്. റെവ്ഡാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ എൻട്രി നോക്കുമ്പോൾ അതിൽ പോയി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആ ഒരു എൻട്രി വന്നതിന് ശേഷം വന്നിട്ടുണ്ട് എന്നറിയുക. അതാണ് റെവ്ഡാറ്റ് എന്ന് പറയുന്നത്. സ്പെർസ്ഡ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഓൾഡർ കോർഡിനേറ്റ് ഫയൽസ് ഓഫ് ദി സെയിം സ്ട്രക്ചർ. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോട്ടീൻ നോക്കുക, അതേ സെയിം സ്ട്രക്ചറുള്ള നേരത്തെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട പ്രോട്ടീനുകളുടെ, അല്ലെങ്കിൽ ഞാൻ പ്രോട്ടീൻ എടുത്താൽ പറയുന്നതേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സെർച്ച് ചെയ്ത ഒരു പ്രോട്ടീൻ, അപ്പോൾ അതിൻ്റെ അതേ സെയിം സ്ട്രക്ചറിൽ മുമ്പ് ഇൻക്ലൂഡ് ചെയ്തിരുന്ന അതിൻ്റെ ലിസ്റ്റുകൾ, അതാണ് സ്പെർസ്ഡ് എന്ന് പറയുന്നത്. ജേർണൽ തന്നെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് പ്രൈമറി ലിറ്ററേച്ചർ സൈറ്റേഷൻ. ഇപ്പോൾ ഒരു പ്രോട്ടീൻ, അപ്പോൾ ഏത് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ പ്രോട്ടീൻ്റെ ഡീറ്റെയിൽസ് ആ സോഴ്സിൽ ആഡ് ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജേർണൽ. അപ്പോൾ ജേർണൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പ്രോട്ടീൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സൈറ്റേഷൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ അറിയാം ഏത് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായിട്ടാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തത്. Describes the experiment that resulted in the deposited coordinate. അപ്പോൾ ജേർണൽ കണ്ടെയ്ൻസ് പ്രൈമറി ലിറ്ററേച്ചർ സൈറ്റേഷൻ. ജേർണൽ അതെന്തുണ്ട്, ഒരു പ്രൈമറി ലിറ്ററേച്ചർ സൈറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ഇന്നത് കൊണ്ടാണ്. എന്നിട്ട് ആ സൈറ്റേഷൻ ഡിസ്ക്രൈബ് ചെയ്യും, എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്കതിൽ നിന്ന്. through which experiment that resulted in that deposited data. ഇനി സെക്കേഴ്സ് ഇതെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ്റെ ഓരോ ചെയിനില്ലേ അതിൻ്റെ പ്രൈമറി സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ പ്രൈമറി സീക്വൻസ് ഓഫ് പോളിമറി മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ദ എൻട്രി. ഇപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓരോ സബ് യൂണിറ്റ്സ് ഉണ്ട്. ഓരോ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ആയിരിക്കും. പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ ചേർന്നിട്ടുള്ള ലോങ് ചെയിൻ, അതിൻ്റെ സീക്വൻസ് അത് മനസ്സിലാക്കുക. അതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഒരു കോമ്പൗണ്ടിൻ്റെ ബേസിക് ആറ്റം ചേർന്നിട്ട് മൊളിക്യൂൾ ചേർന്ന് കോമ്പൗണ്ട് അങ്ങനെ പോകും. അപ്പം സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ട ബേസിക് ആറ്റത്തിൻ്റെ കോർഡിനേറ്റ്സ് മനസ്സിലാക്കുന്നതിനെയാണ് അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഹെഡിങ്ങിൻ്റെ അടിയിൽ വരുന്നത്. കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം
ഒരു ആറ്റം ബേസ്, ഒരു പ്രോട്ടീനെ അതിൻ്റെ ബേസ് സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണത്. അപ്പോൾ ഇപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 കോർഡിനേറ്റ്സ്, എക്സ്, വൈ, ഇസഡ്. അങ്ങനെ 3 കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് അതിൻ്റെ സ്ട്രക്ചർ ഡെഡ്യൂസ് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പം ആ 3 കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ പറയുന്ന കാര്യങ്ങളാണ് ഈ ആറ്റം എന്നത്. അതായത് ബേസിക് ലെവലിൽ നിന്ന് സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് വരിക, ഡീറ്റെയിൽസ്. ഹെറ്റാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പോയിന്റ് പറയണം. ഈ ആറ്റം എന്ന് പറയുന്നത് ഈ ഏത് പ്രോട്ടീനാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ പ്രോട്ടീൻ്റെ തന്നെ സ്ട്രക്ചറിൻ്റെ ബേസിക് ലെവലിൽ നിന്ന് എഴുതുന്നു. ബേസിക് ലെവൽ എന്ന് പറയുമ്പോൾ ആറ്റം ലെവലിൽ നിന്ന്. ഹെറ്റാറ്റം എന്ന് പറയുമ്പം ആ പ്രോട്ടീൻ്റെ പാർട്ട് അല്ലാത്ത, എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ്റെ കൂടെ എപ്പോഴും ചില കോഫാക്ടേഴ്സ്, അയോൺസ് ഒക്കെ കാണും. അപ്പോൾ അതിൻ്റെ അറ്റോമിക് ലെവൽ ഡിസ്ക്രിപ്ഷൻ ആണ് ഹെറ്റാറ്റം. നെക്സ്റ്റ് ഒരു ഡേറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് ആണ് OMIM, ഓൺലൈൻ മെന്റൽ ഇൻഹെറിറ്റൻസ് ഇൻ മാൻ. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡേറ്റാബേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മെന്റൽ ഡിസോർഡേഴ്സും ഡിസീസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇത് എന്തിനെ ഫോക്കസ് ചെയ്യുന്ന, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഫീനോടൈപ്പും ജീനോടൈപ്പും തമ്മിലുള്ള റിലേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തത് 1960s ബൈ ഡോക്ടർ വിക്ടർ MC ക്വിസിക് ആസ് ഒരു കാറ്റലോഗ് ആയിട്ടാണ്, മെന്റേലിയൻ ട്രേറ്റ്സ് ആൻഡ് ഡിസോർഡേഴ്സിന്റെ കാറ്റലോഗ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 12 ബുക്ക് എഡിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 1966 1998 ഇടയ്ക്കായിട്ട്. ഓൺലൈൻ വേർഷൻ സ്റ്റാർട്ട് ചെയ്തത് 1985 ആണ്. ഇന്റർനെറ്റിൽ അവൈലബിൾ ആയത് 1987. 1995 വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയി തുടങ്ങി. ഓതർ എഡിറ്റ് ചെയ്യുന്നത് MC ക്വിസിക് ആഥൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനറ്റിക് മെഡിസിനിലാണ്, അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ഡോക്ടർ അദ ഹമോഷ്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ക്ലാസ്. ഓക്കെ.